ശ്രീ എം രോഹിത് ഇതിനുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് ഒന്ന് ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നില്ല കൊച്ചിയിലേക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത് സ്വകാര്യ സന്ദർശനമായിരുന്നില്ല, അത് നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തേത് പിറ്റേ ദിവസത്തെ വിരുന്നിനെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ സമയത്ത് എല്ലാ ഏകോപനവും നടത്തുന്നുണ്ടായിരുന്നു, ഫോണിലൂടെ ജില്ലാ കളക്ടർമാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഫോൺ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഓരോ കാര്യവും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ, അത് 3 മണിയായി, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് അവകാശമില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീ പി കെ ഗോപൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, മുഖ്യമന്ത്രി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. അല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു മുന്നണി, അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്വീകാര്യത, ജനസ്വീകാര്യത തിരിച്ചു ലഭിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തെല്ലാം പ്രചരണം നടത്താൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റും, എന്തെല്ലാം വിവാദം ഉണ്ടാക്കും, തൊടുന്നതിനെ മുഴുവൻ വിവാദമാക്കുന്ന മുന്നണിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രി സഞ്ചരിച്ചാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിവാദമാക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സർക്കാരിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. പക്ഷേ രോഹിത്, ഈ സമയം കൂടി നോക്കണം കേട്ടോ. ഔചിത്യത്തിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു കേരളം. അതിൽ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി ജില്ലകളിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങോട്ട് അത്രയ്ക്ക് ബാധിച്ചില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം, ഇവിടെയൊക്കെ ജനജീവിതം സ്തംഭിച്ച അവസ്ഥ, ജീവനുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയും. ഇത്ര അടിയന്തരമായ നിക്ഷേപം കൊണ്ടുവരാനായിരുന്നുവെങ്കിൽ അത് ആരായിരുന്നു എന്തെങ്കിലും അദ്ദേഹത്തിന് വെളിപ്പെടുത്താമായിരുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടി. അതുപോലെ ഇത്ര ധൃതിപ്പെട്ട് മലപ്പുറത്ത് പോയി അദ്ദേഹം ഈ വിരുന്നിൽ പങ്കെടുക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് പോയത് എന്ന് പറയുക, ചിത്രം വിട്ടതിന് വിമർശനം ഉന്നയിച്ചവർക്ക് നേരെ ആക്ഷേപം ചൊരിയുക, ഇതല്ലായിരുന്നു. അത് ചിത്രം പുറത്തുവിട്ടത് ആരാണോ ആ സൽക്കാരത്തിന് ആതിഥേയത്വം വഹിച്ചത് അവർ തന്നെയാണ് കേട്ടോ. അവർ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. പിന്നീടാണ് അത് കൂടുതൽ പ്രചാരണം നേടിയതും. അപ്പോൾ അദ്ദേഹം ഈ സമയത്തിൻ്റെ കാര്യം കൂടി മുഖവിലേക്ക് എടുക്കണം. ഏത് സമയത്താണ് അദ്ദേഹം ഈ പ്രവൃത്തികൾ ചെയ്തത് എന്ന്. അല്ല മഞ്ജുഷ്, നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ ഈ മഴക്കെടുതിയും അതോടൊപ്പം തന്നെ പ്രളയം ഉണ്ടായപ്പോ ഈ സർക്കാരിന്റെ ഏത് ഇടപെടലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ എന്ത് വീഴ്ചയാണ് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പ്രതിപക്ഷം പറയട്ടെ. മഴക്കെടുതി ഉണ്ടായി, പ്രളയം ഉണ്ടായി, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എനിക്ക് കൃത്യമായി ആധികാരികമായി പറയാൻ പറ്റാവുന്ന രേഖകൾ സർക്കാരിനും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നതിൽ എന്റെ കയ്യിലുണ്ട്. 29-ാം തീയതി, 30-ാം തീയതിയും അതോടൊപ്പം തന്നെ ഈ മാസം 1-ാം തീയതിയും ദുരന്ത നിവാരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ മഴക്കാല കെടുതിയെ സംബന്ധിച്ചും സംഭവിക്കാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംബന്ധിച്ച് കൃത്യമായി കേരളത്തിലെ 14 കളക്ടർമാരുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാരിന്റെ ഏകോപനം കൃത്യമായി നടന്നിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ AP അനിൽകുമാറിന്റെ നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അലർട്ടാക്കി നിർത്തുന്ന എല്ലാ നിലപാടുകളും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രളയം ഉണ്ടായി, ഏറ്റവും കൂടുതൽ ബാധിച്ചത് റാന്നി ഉൾപ്പെടെ ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന MLA-മാരാണ് അവിടെ ഉള്ളത്. ഒന്ന് അബിൻ വർക്കിയും അതുപോലെ തന്നെ പഴകുളം, അത് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പൂർണ്ണമായും ഇതിന് ഏകോപനത്തിന് വേണ്ടി നിൽക്കുകയാണ്. MLA-മാർ പൂർണ്ണമായി അവരുടെ നിയോജക മണ്ഡലത്തിൽ ഈ പ്രളയം ഉണ്ടായ സമയത്ത് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും നമ്മൾ കണ്ടതാണ്, നേർചിത്രങ്ങൾ കണ്ടതാണ്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അപ്പോൾ അവിടെ ഒരു ഏകോപനത്തിന്റെ അഭാവം ഉണ്ടെന്നുള്ളത് നിഴലിച്ചു നിൽക്കുന്ന ഒന്നുകൂടിയായിരുന്നു. സർക്കാർ ആദ്യം ഈ പ്രളയം നേരിടുന്നതിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രി കറങ്ങാൻ പോയത്. അതാണ് അതിന് ഔചിത്യപൂർവ്വമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി കളക്ടർമാരുമായി സംസാരിക്കുന്നുണ്ടാവാം, ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം, ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും ഫോണിൽ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യം തലസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അവലോകനത്തിൽ നേരിട്ട്. ഇതാണ് ചൂണ്ടിക്കാണിച്ചിരുന്ന അപാകത കേട്ടോ. അവിടെയാണ് മുഖ്യമന്ത്രി ഇതിനെ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്നത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ മേലെ എന്നൊന്നും ആരും ഇവിടെ
പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരു ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കണം, അദ്ദേഹം യാത്ര ചെയ്യണം, അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ ആരാണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലേ എന്നുള്ള ചോദ്യം ആരാണ് ഉന്നയിച്ചത്? മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലേ എന്നുള്ളത് ആരാണ് ഉന്നയിച്ചത്? ആരും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഈ ദുരൂഹത പരത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപം വരുന്നത്. മഞ്ജുഷ്, നിങ്ങൾ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരും ആവർത്തിച്ച് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനം കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പരാതി വന്നിട്ടുള്ളത്? ഇപ്പൊ ഇവര് തന്നെ ക്യാമ്പുകളിൽ CPM-ന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിനെ വിമർശിക്കുവാനുള്ള നടത്തിയ നീക്കങ്ങൾ, നാടകങ്ങളൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്. ഇപ്പൊ പത്തനംതിട്ടയിൽ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ബോൻസ് ജോസഫ് ഉൾപ്പെടെ, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ സംഭവ സ്ഥലത്ത് നേരിട്ട് വന്നുകൊണ്ട് അവിടെ ഏകോപനം നടത്തുന്ന കാഴ്ച നമ്മൾ ഗോപൻ അതിന് ശരിയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു സ്ത്രീ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ, സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ, അത് ആര് പറയിപ്പിച്ചതാണ് എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ചെയ്തു. ഗോപൻ അതുണ്ട് കേട്ടോ. അത് CPM-നെതിരെയുള്ള ആക്ഷേപമല്ല, അത് ശരിയാണ്. അല്ല, എനിക്കൊരു മിനിറ്റ് തരാമോ? എന്റെ അവസരമുള്ള ആ ക്യാമ്പിലുള്ള സ്ത്രീ തന്നെ പറഞ്ഞല്ലോ, വിജിനി എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് വിജിനി മോൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് ആ സ്ത്രീ തന്നെ അപ്പുറത്തേക്ക് ഇവർക്ക് ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥതയില്ല. സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി വിമർശനം ഉന്നയിക്കുകയാണ്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉച്ചഭക്ഷണം കഴിച്ചാൽ അത് തെറ്റ്. ശരി ഗോപൻ, എന്താണ് അതിനകത്ത് അപ്ഡേഷൻ? എന്താണ്? അല്ല, മഞ്ജുഷിനെങ്കിലും അപ്ഡേഷൻ വേണ്ടേ? അദ്ദേഹത്തിന് വേണ്ട, രോഗത്തിന് വന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. മഞ്ജുഷ അതെ, ആ വനിത തന്നെ, ആ അമ്മച്ചി തന്നെ ഇന്ന് കൊടുത്ത ബൈറ്റ് അങ്ങ് കണ്ടില്ലേ? അവര് പല്ല് തേച്ചോണ്ട് അല്ലല്ല, ഞാൻ അല്ല, എനിക്ക് സമയം തന്നെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. സമയം എടുത്ത് ഞാൻ പറയുന്നില്ല. എനിക്ക് സമയം തന്നാ പറയില്ല. ഗോപൻ പറഞ്ഞോളൂ. ഞാൻ പറയാം. അതായത് ആ അമ്മച്ചി ഇന്ന് രാവിലെ പല്ല് തേച്ചോണ്ടിരിക്കുമ്പോ മറ്റൊരു ചാനലിന് ആ ബൈറ്റ് കൊടുത്തു. മറ്റൊരു ചാനൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ കൈരളിയല്ല കേട്ടോ. അവര് ബൈറ്റ് കൊടുത്തിട്ട് പറയാ, എന്റെ മോള് UDF-ന്റെ പഞ്ചായത്തിലെ ജീവനക്കാരിയാ, മോള് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മോള് പറഞ്ഞു, ഒരക്ഷരം ഇനി ഇവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മച്ചി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇന്നലെ പറഞ്ഞ കാര്യം എനിക്ക് തോന്നി പറഞ്ഞ കാര്യമാണ്, എന്നെ കൊണ്ട് ആരും പറയിപ്പിച്ചതല്ല. പക്ഷെ എന്റെ മോൾ ഇടപെട്ടിട്ട് അവള് UDF-ന്റെ പ്രവർത്തകയാണ്, ഞങ്ങൾ UDF-ന്റെ വോട്ടർമാരാണ്, UDF-ന്റെ പഞ്ചായത്തിലെ ജീവനക്കാരിയാണ് എന്റെ മോള്, അവൾ എന്നെ വഴക്ക് പറയും. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി 2 മണിക്കാണ് ഉറങ്ങിയത്. ഇന്നലെ ഇച്ചിരി കഞ്ഞിയും പയറും ഉണ്ടാക്കിയിരുന്നു. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ അവരുപയോഗിച്ച വാക്ക്, പെൺപിള്ളേരെല്ലാം കൂടാണ് അത് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പണ്ടതല്ലായിരുന്നു, ഇവിടെ ഉത്സവമായിരുന്നു. അവരുപയോഗിച്ച വാക്ക് ഞാൻ പറയാം, ഓണം പോലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. ഈ അപ്ഡേഷൻ മഞ്ജുഷ് എങ്കിലും എടുത്ത് നോക്കണം. അല്ല, ഓണം പോലെയാണ് ഞങ്ങളുടെ ക്യാമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ കാര്യം. അതാണ് ഇപ്പൊ അവരത് താരതമ്യം ചെയ്തുകൊണ്ട് ആ വനിത പറഞ്ഞതാണ്. അല്ലാതെ അവിടെ പറയിപ്പിച്ചതാണെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇടപെട്ടിട്ട് ആ അമ്മച്ചിയെ കൊണ്ട് ഇങ്ങനെ നിവിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു പറയിച്ചു. അതേ അമ്മച്ചി ഇതൊന്നും അറിയാതെ ഇവർ അങ്ങനെ ഒരു ബൈറ്റ് എടുക്കുന്നതായിട്ടല്ല നിന്നത്. അതാണ് ഇവർക്ക് ഇത് കിട്ടിയത്. രാവിലെ അവർ ബ്രഷ് കയ്യിലുണ്ട്, അവരുടെ പല്ല് തേച്ചോണ്ട് നിൽക്കുകയാണ് അവര്. അപ്പോഴാണ് അവർ ഈ വാർത്തയെല്ലാം പറയുന്നത്. എന്തായാലും ഗോവൻ മറ്റൊരു കാര്യം കേട്ടോ, ഈ പ്രളയത്തെ വലിയ ഈ രാഷ്ട്രീയ തർക്കത്തിന് വേദിയാക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.